നമസ്കാരം. ഒരു സൗഹൃദം എങ്ങനെയാണ് ഉത്തമത്തിലാകുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥയാണ്. ഉത്തമമായ കഷ്ടപ്പാടിലൂടെ ജീവിച്ച് സമ്പത്തുണ്ടാക്കി മക്കളെയൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒരു ഘട്ടമെത്തിയപ്പോൾ ഭാര്യ ക്യാൻസർ ബാധ വന്ന് മരിച്ചുപോയി. അദ്ദേഹം ഇപ്പോഴും ഭാര്യയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കരയും. അങ്ങനെ വളരെ ചുരുക്കം പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ഓർത്ത് കരയുകയും മരിച്ചുപോയ ഭർത്താക്കന്മാരെക്കുറിച്ച് ഓർത്ത് കരയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ കുറവായിട്ട് ഞാൻ തോന്നുന്നു. അതിനകത്ത് വേറെ ഒരു തെറ്റായ ഒരു അർത്ഥമൊന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല. ബന്ധങ്ങളുടെ ദൃഢത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ദാമ്പത്യത്തിൽ ദൃഢത ഇല്ലാത്ത അവസ്ഥ. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായ പിള്ളേരെ വളർത്തും. ഭാര്യ ഭർത്ത ബന്ധത്തിനകത്തുള്ള ദൃഢതകൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ ചുരുക്കം പേര് ഇങ്ങനെ വന്ന് കാണും. അങ്ങനെ കണ്ടത്, ഇദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. 3 മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ ഒരു കുട്ടി ഡൈവോഴ്സായി. ആ ഡൈവോഴ്സിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭർത്താവിന് ഓഫീസിലുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു ബന്ധമുണ്ടായി. ആ ബന്ധം എന്ന് പറഞ്ഞാൽ ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ചതാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ മറ്റേ ഭർത്താവിനെ ഇപ്പം മറ്റേ ആളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവരെ വേണ്ട ആവശ്യമില്ല. അപ്പം ഈ കുട്ടിയുടെ മകന് കൊച്ചുകുട്ടിയുണ്ട്, 4-5 വയസ്സുള്ള കുട്ടിയേ ഉള്ളൂ. ആ ബന്ധത്തിൻ്റെ ഉലച്ചിൽ എന്ന് പറയുമ്പോൾ വളരെ വളരെ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾക്കകത്തൊരു പരിഹാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അച്ഛൻ ഭാര്യ മരിച്ചിട്ട് ഈ മകളുടെ വിഷമം താങ്ങാൻ വയ്യ അദ്ദേഹത്തിന്. അതേപോലെ എൻ്റെ കാലശേഷം ഈ കുട്ടിയുടെയും എൻ്റെ മകളുടെയും അവസ്ഥ എന്താണ്? ഭർത്താവ് നല്ല പയ്യനായിരുന്നു, ഒരുപാട് എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഓഫീസിലുള്ള മറ്റൊരു പെൺകുട്ടിയുമായിട്ടൊരു ബന്ധം ഉണ്ടായിപ്പോയി. സ്വാമി, ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ രക്ഷിക്കാൻ, എൻ്റെ മകളുടെ കണ്ണീർ, അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരുന്ന രാത്രി മുഴുവൻ കരയുകയാണ്, അവർക്ക് അന്തസ്സായിട്ടുള്ളൊരു ജോലിയുണ്ട്. അപ്പം നമ്മൾ അതിനെ, ഞാൻ പറഞ്ഞ ഈ പയ്യനെ, ഈ ഭർത്താവിനെ, മരുമകനെ എന്നെ ഒന്ന് വിളിക്കാൻ പറയോ? ഇല്ല, അവൻ വിളിക്കില്ല എന്ന് പറയും. അവൻ അമ്പലത്തിൽ സ്ഥിരമായി അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഇപ്പം അമ്പലത്തിൽ പോകില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിവരുടെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ പരസ്പരം അടുത്ത് വെച്ചാൽ കത്തിപ്പോകുന്ന ജാതകമാണ്. അങ്ങനെ അടുത്ത് വെച്ചാൽ കത്തിപ്പോകുന്ന ജാതകത്തിൽ വിശ്വസിക്കുന്നവരേ ഉള്ളൂ, ഗ്രഹനിലകളിൽ വിശ്വസിക്കുന്നവരേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രഹനില അനുസരിച്ച് ഒരു കുട്ടി ജനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ദാമ്പത്യം അപ്പുറത്തേക്കില്ല. നല്ല ജ്യോതിഷ പണ്ഡിതന്മാർ ഈ ഗ്രഹനില കണ്ടിട്ട് ഈ വിവാഹം വേണമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറയുന്നത് ഈ ബന്ധം മതി എന്ന് മകൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുകൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഒരു കുട്ടി ജനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. അപ്പോൾ ഇവിടെ പ്രണയബന്ധങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ വളരെ ഭീകരമായി ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആ പയ്യനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അയാൾ മറ്റൊരു ബന്ധത്തിൽ കുടുങ്ങിപ്പോയി. ആ ബന്ധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെയോ മോചിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ശമ്പളവും കൊടുക്കും. പക്ഷേ അവരുമായിട്ട് വേറൊരു ദാമ്പത്യ ബന്ധങ്ങളും ഇല്ലാത്ത തരത്തിലേക്ക് ഇത് പോയി നിൽക്കുന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിൽ കണ്ടിഷ്ടപ്പെടുകയും പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ കുറച്ചൊരു ദിവസങ്ങൾ കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളിലേക്ക് പോലും കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദാമ്പത്യത്തിൻ്റെ തകർച്ചയിലേക്ക് പോയി നിൽക്കുന്ന ഒരു വലിയ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊരു സൈക്കാട്രിസ്റ്റ് എന്നെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേ തരത്തിലുള്ള 11 പേഷ്യൻസ് അദ്ദേഹത്തിനുണ്ടെന്നാണ്. ഇപ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും കൗൺസിലിംഗ് നടത്തുമ്പോൾ ഇവരെല്ലാം ഇവർ പറയുന്ന പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റാത്ത, പരസ്പരം തിരിച്ചറിയാതെ വിവാഹം കഴിച്ചവരാണ്. ഒരാൾ ദാമ്പത്യത്തിൽ പൊരുത്തങ്ങൾ മാത്രം നോക്കുക, അല്ലെങ്കിൽ ഭൗതികമായ ഇഷ്ടങ്ങൾ മാത്രം നോക്കി വിവാഹം കഴിക്കുക. ഒന്നാമത് ഈ IT മേഖലകളിലുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന IT മേഖലകളിൽ പരസ്പരം കണ്ട് വിവാഹം കഴിക്കുന്നു. ഇല്ലെങ്കിൽ ഓരോ മേഖലകളിലും വിവാഹം കഴിക്കുന്നവർ പരസ്പരം തിരിച്ചറിയാതെ വിവാഹം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. വളരെ മോശകരമായിട്ടുള്ള അവസ്ഥകളാണ്. കുട്ടികളെ നോക്കാൻ പാടില്ലാത്ത, കുട്ടികളെ നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി.
കുട്ടികളെ നശിപ്പിച്ച് കളയുവാണ്, ഉണ്ടാകുന്ന കുട്ടികളെ. അവൻ്റെ കുട്ടിയെ എനിക്ക് വേണ്ട, ഇവൻ്റെ കുട്ടിയല്ലേ ഉണ്ടാകേണ്ടേ, എനിക്ക് വേണ്ട സ്വാമി എന്ന് പറയുന്ന പെൺകുട്ടികൾ. അവൻ്റെ അമ്മയെ നമുക്ക് സഹിക്കാൻ വയ്യ, അത് എന്തൊരു പൊസസീവാണ് തള്ള എന്നൊക്കെ വളരെ മുഖത്ത് നോക്കി. എനിക്ക് പറ്റില്ല അയാളോടൊപ്പം ജീവിക്കാൻ. ഇനി അയാളോടൊപ്പം ജീവിച്ചാൽ തന്നെ ആ തള്ള എനിക്ക് സഹിക്കാൻ പറ്റൂല. അപ്പം അമ്മയെ കൊണ്ട് കളയാൻ പറ്റുമോ? അപ്പം അച്ഛന്മാർ പലയിടത്തും നിശബ്ദരായി പോവുകയാണ് പതിവ്. ഇവിടെ ഈ അച്ഛൻ്റെ അവസ്ഥ വളരെ, എന്ത് പറഞ്ഞാണ് നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്? ദാമ്പത്യങ്ങൾ തകർന്നു പോകുമ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ശക്തിയാണല്ലോ പ്രണയം. രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമ്മളൊരു നായെപ്പോലും നമ്മൾ സ്നേഹിക്കുന്ന, പ്രാണനെപ്പോലെ അങ്ങ് സ്നേഹിക്കുന്ന നായ്ക്കുട്ടികളൊക്കെ ഇല്ലേ, അതിൻ്റെ കളിയും ഒക്കെ. അപ്പം നാൽക്കാലികളോട് പോകുന്ന സ്നേഹം പോലും സ്വന്തം ഇണയോടില്ലാത്ത വരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ വിപത്തുകൾ, സമൂഹത്തിലെ നമുക്കിതിനൊന്നും പൂജ പരിഹാരങ്ങളൊന്നുമില്ല. ഈ ഒന്നാമത്തെ പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. പൂർവ്വജന്മത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം ഈ ജന്മത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഈ ജന്മത്തിൽ അവർ വിവാഹം കഴിച്ച് ഒരു ആഗ്രഹ പൂർത്തീകരണം കഴിയുമ്പോൾ വീണ്ടും ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു കേസ് കെട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ചു. രണ്ടും അതിൽ ആ പയ്യൻ നല്ല ബിരുദമുള്ള ഒരു പയ്യനാണ്. അദ്ദേഹം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കലാപരമായ കുറേ കഴിവുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇദ്ദേഹം കോടതിയിൽ മറ്റെന്തോ ആവശ്യത്തിന് ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വക്കീൽ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഇവിടെ ഒരു കേസുണ്ടല്ലോ എന്ന്. അയാൾ ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ എന്താണ്, ഭാര്യ കൊടുത്തേക്കാണ് വിവാഹമോചനത്തിന്. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അന്ന് രാവിലെ ഒരുമിച്ച് അവർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചതാണ്. തലേ ദിവസം ഇവർ ഒരുമിച്ച് വണ്ടി പോയി സിനിമകൾ കണ്ടതാണ്. ഒരുമിച്ച് പോയി പച്ചക്കറി മേടിച്ച് ജീവിതം ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കേസിൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർ, ഈ ഭാര്യ ഈ ഭർത്താവ് അറിയാതെ ഭർത്താവിനെതിരെ മാനനഷ്ടത്തിനും വിവാഹ പീഡന കേസും കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ. അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഇദ്ദേഹത്തിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതറിഞ്ഞിട്ടും ഇത് പുറത്ത് പറയാതെ വീണ്ടും അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ കുറേ കാലം കൂടെ ജീവിച്ച അയാൾ ആ കേസ് വിളിക്കുന്ന സമയമാകുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം കൂടെ കൊണ്ട്, ശമ്പളം എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ വസ്തുവിലൊരു വീട് വെച്ച് അവിടെ ആയി. എല്ലാം അവരുടെ പേരിലായി. ഇത് പറയാനുള്ള കാരണം, ഒരു 3 വർഷത്തിന് മുമ്പ് ഇവർ രണ്ടുപേരും എന്നെ കാണാൻ വന്നിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ ദാമ്പത്യം എങ്ങനെയെന്ന് ചോദിച്ചു. സന്താനങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സ്വാമി, സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വിവാഹ ജീവിതത്തിനകത്ത് ഒരു വേർപാടുണ്ടാകാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഉൾക്കൊള്ളാതെ അന്ന് അവിടുന്ന് പോയതാണ്. പക്ഷേ അത് ബന്ധം വേർപെട്ടു. നമ്മൾ പറയുന്നതല്ല, ഒരു വിവാഹ ബന്ധങ്ങളും, ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടിയും പരസ്പരം സഹകരണത്തോടുകൂടിയും അടിയും വഴക്കൊക്കെ ഉണ്ടായാലും, അത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. വൈകുന്നേരം ഈ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഭർത്താവ് ഇടിച്ച് ചതച്ച് കളയും. പക്ഷേ രാവിലെ അവർ വീണ്ടും മഞ്ഞളൊക്കെ വാരി തേച്ചിട്ട് തൊഴുതിട്ട് വീണ്ടും രാവിലെ ഒരുമിച്ച് ജീവിക്കും. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന മനുഷ്യൻ്റെ വിഷയങ്ങളൊക്കെ ഒരു വലിയ വൈകാരികമായ വേറൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് വേർപാട് കോടതിയിലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പെൺകുട്ടിയാകട്ടെ തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഭർത്താവിനെതിരെ കോടതിയിൽ കൊടുത്തിട്ട് ഒരുമിച്ച് ജീവിക്കുകയും, അങ്ങനെയുള്ളൊരു വിഷയം തനിക്കെതിരെ ഇവൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവും, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വിശ്വസിക്കുമോ അറിയത്തില്ല. നമ്മുടെ DNA പ്രേക്ഷകർ, ഞാനീ പറയുന്നതൊക്കെ തന്നെ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. ഈ രണ്ടുപേരെ എനിക്കറിയാവുന്നവരാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ, അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മുടെ സ്വഭാവങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവങ്ങൾ, ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങളുടെ സ്വഭാവം എന്താണ്? മുഖംമൂടിയില്ലാതെ എന്നോട് പറയൂ. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുമ്പം നമുക്കറിയാൻ പറ്റില്ല ഒരാൾ എന്താണെന്ന്. ഹെൽമെറ്റ് മാറ്റി വെച്ചിട്ട് ഒരാളുടെ മുഖം കാണുന്ന പോലെ അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണം, അയാളുടെ മനസ്സെന്താണെന്നറിയാൻ. എന്നാൽ പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ദാമ്പത്യത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ ജീവിതം ഇല്ലാതാക്കി കളയും. ഒരാൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ പ്രണയിച്ച് ഒരുമിച്ച് ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത്
എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആരുടെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നശിച്ചു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതം കൈമോശം വന്നു പോവുകയാണ്. നിരാശയിൽ ജീവിക്കുക, ഇല്ലെങ്കിൽ അത് വിവാഹേതര ബന്ധങ്ങളിൽ പോയിട്ട് പെടുക, അത് പിന്നെ ചൂഷണത്തിന് വിധേയരാകുക, അതൊക്കെ വളരെ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥകളിലേക്ക് പോകും. ഒരു പെൺകുട്ടി, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി പിന്നെ എന്നോട് പറഞ്ഞതുപോലെ അവരെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരാളുടെ നിന്ന് കുറച്ച് പൈസ, ധനം, അമ്മ ആശുപത്രിയിലായപ്പോൾ കുറച്ച് പണം മേടിച്ച് അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ പണം തിരിച്ചു മേടിച്ചപ്പോൾ ഈ ഒരു ചെക്ക് അദ്ദേഹം മേടിച്ച് വെച്ചിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ നമ്മളെപ്പോലെയൊക്കെ 10-60 വയസ്സുള്ള ഒരാളാണ്. പക്ഷേ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് ചെക്ക് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആ ചെക്ക് തരാം, പക്ഷേ നീ എൻ്റെ കൂടെ ഒരു ദിവസം യാത്ര കന്യാകുമാരിയിലോ കാസർഗോഡോ അവിടെ വരണമെന്ന്. ആ പെൺകുട്ടി അതിന് തയ്യാറാവാത്തത് കൊണ്ട് അത് കേസായി അദ്ദേഹം മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ഈ മകൻ ആ കേസ് ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ നമ്മളെന്താണ് സത്യമായ ഒരവസ്ഥ. മകനും ഇത് തന്നെ, ഞാൻ ഈ പൈസ വേണ്ടാന്ന് വെക്കാം, ചെക്ക് നിനക്ക് തരാം, നീ എൻ്റെ കൂടെ ഒരു രാത്രി ചിലവാക്കണം എന്ന് മുഖത്ത് നോക്കി പറയുന്നു. ആരോടാണിത് പറയുക? അപ്പോൾ എവിടെങ്കിലും വഴിതെറ്റാവുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിൽ പോയി വീഴും. അതിനാവാത്ത ആ പെൺകുട്ടി കോടതി കയറി ഇറങ്ങുവാണ്. അവരെ പറയും, കോടതിയിൽ പോയി എങ്ങനെയാണ് നിൽക്കുന്നത് സ്വാമി, എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ സത്യമായ അവസ്ഥ. ഈ സമൂഹത്തിൽ ഇതെല്ലാം നമ്മൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കും. ഈ പണം പലിശയ്ക്ക് കൊടുക്കുകയും ഭൗതികമായിട്ടുള്ള ചിന്തകളും ശരീരത്തിൻ്റെ ആവശ്യതകളും ഒക്കെ മാത്രം നോക്കി ജീവിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അനുഭവിക്കുന്ന വിധികളുണ്ട്. അത് ക്രൂരമാണ്. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജീവിക്കുക. മറ്റുള്ളവൻ്റെ മുതൽ പിടിച്ചു പറിച്ചൊക്കെ നമ്മൾ ജീവിച്ചാൽ, പണം പലിശയ്ക്ക് കൊടുത്തൊക്കെ ജീവിച്ചാൽ, ഞാൻ ഇതിനെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ആരോട് അപ്പോൾ മുത്തൂറ്റുകാർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അവരുടെയൊക്കെ കുഴപ്പങ്ങൾ അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മനസമാധാനവും ശാന്തിയും ഒക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ. ഒക്കെ ബിസിനസ്സായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം പൈസ വേണമ്പോൾ മുത്തൂറ്റിയെ കൊണ്ട് സ്വർണ്ണം പണയം വെച്ചാൽ അവർ ആ പൈസ തരും, പലിശയ്ക്ക് ഉൾപ്പെടെ അവർ തിരിച്ചു മേടിക്കും. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അതൊരു പ്രോസസ്സാണ്. അതിൻ്റെയൊക്കെ വിപത്തുകൾ, അങ്ങനെയൊക്കെ അമിതമായ പണമൊക്കെ പലിശയൊക്കെ മേടിച്ചാൽ, അമിതമായ പലിശയൊക്കെ മേടിച്ച് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സമൂഹത്തിലെ ഇത്തരം നീതികേടുകൾ, ആ നീതികേടുകളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ ഈ മുറിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഈ ഫലങ്ങൾ പറയുമ്പോൾ അവിടെ വന്നിരുന്ന ആ ക്ഷേത്ര പരിസരത്ത് എന്നെ കാണാൻ വരികയും അവർ പറയുന്ന ആ വാക്ക്, അതൊക്കെ നമുക്കൊന്നും ഒരു പരിഹാരം എന്താണെന്ന് ചോദിക്കണേ. എന്തു പരിഹാരമാണ് ഇതിനൊക്കെ? ഒരു മനുഷ്യൻ ഏറ്റവും വികൃതമായി അവൻ്റെ മനസ്സോടുകൂടി മറ്റുള്ളവരോട് പെരുമാറിയാൽ എന്തു പരിഹാരമാണ്? അപ്പോൾ അതൊക്കെ അവർക്ക് ഈശ്വരനുണ്ടെങ്കിൽ, ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്തരമുള്ള ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയുണ്ടാകട്ടെ. നമ്മൾ പോലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റുകളിലും പോയി വീഴാതിരിക്കുക. ഈ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതുപോലെ, ഉത്തമമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ത്രീയുടെ വലയിൽപ്പെട്ടു. അവർ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? ഇയാളെ ലോൺ എടുപ്പിച്ചു, ഇയാളുടെ പണം കൈക്കലാക്കി. അവസാനം ഒരു ദിവസം ഇയാൾ കുറേ ഗുണ്ടകൾ വന്നിട്ട് ഇയാളെ അവരുമായിട്ട് ചേർന്നിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇയാളുടെ ജീവിതം മുഴുവൻ താറുമാറാക്കി, മദ്യപിച്ച് മരണത്തിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് അയാൾ പോയിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പം ഞാൻ അയാളുടെ മരണം പറഞ്ഞ ഉടനെ എനിക്ക് മനസ്സിലായി, മറ്റേ സ്ത്രീ ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതെ തൻ്റെ എന്ത് കർമ്മമാണോ ആ കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അയാളുടെ ഏറ്റവും വലിയ വിഷമം എന്നോട് പറഞ്ഞത്, അവരുടെ പണം പൊക്കോട്ടെ, പക്ഷേ ജീവിതത്തിലുടനീളം തനിക്കൊരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത വിധം എല്ലായിടത്തും ഈ സ്ത്രീ വിളിച്ചും ആ ജോലി ഇല്ലാതാക്കിയും ആ പ്രതികാരത്തോടു കൂടി അയാളുടെ കുടുംബ ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആരുടെയൊക്കെ പിടിയിലൊക്കെ പെടാതിരിക്കാനും, ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതം പ്രഹേളികയാണെന്നൊക്കെ പറയും, ഒക്കെ ശരിയാണ്. കവിതയും കഥകളും ഒക്കെ എഴുതുന്നവർ ഇതിൻ്റെ ഒരുപാട് അവസ്ഥകളൊക്കെ പറയും. ഇതൊന്നും സിനിമാ കഥയല്ല, ഇത് എൻ്റെ മുമ്പിൽ വരുന്നവരുടെ ദുഃഖിതരുടേതായിട്ടുള്ള കഥകളാണ്. ഇതിനൊന്നും പരിഹാരമില്ല. നമ്മൾ അബദ്ധങ്ങളിൽ പോയി വിടാതിരിക്കുകയും ആ അബദ്ധങ്ങളിൽ നിന്ന് പിന്നെ കരകയറാൻ നമ്മൾ ചെയ്യുന്ന ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ജീവിതമില്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതവും ആരോഗ്യപരമായിട്ടുള്ള സ്നേഹമുള്ള ഒരു മനസ്സോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.